പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് ഓരോ നിമിഷവും കരുണ കാണിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളോട് കാരുണ്യം കാണിക്കുന്ന കർത്താവിത അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, മകളെ, ഇനിമേൽ പാപം ചെയ്യരുത്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എത്രയോ വലിയ കരുണയാണ് ഈശോ ആ മകളോട് കാണിക്കുന്നത്. ഇതുപോലെ എന്നോട് നിങ്ങളോട് ഈശോ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ വചനത്തിൽ കാണും, കർത്താവ് എന്തോ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയും, ആ പാപിനിയായ മകളുടെ നിരവധിയായ പാപങ്ങളാണ് ഈശോ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. അടുത്ത കാറ്റത്ത് അത് മാഞ്ഞു പോകും. ഈശോ ഒരിക്കലും നമ്മുടെ പാപങ്ങൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യേശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത്, ഇനിമേൽ ഞാൻ നിന്റെ പാപങ്ങൾ ഓർക്കുകയില്ല. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ പാപങ്ങൾ കർത്താവ് മായ്ച്ചു കളയുന്ന, മറക്കുന്ന കൂദാശയാണ് കുമ്പസാരം. അതുകൊണ്ട് ആത്മാവിലൊരു ചെറിയൊരു പ്രേരണയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇന്ന് പോയി നല്ലൊരു കുമ്പസാരം നടത്തണം. ധൂർത്തപുത്രൻ തിരിച്ചു വന്ന്, അപ്പാ, എനിക്ക് തെറ്റുപറ്റി പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ആ മകന് ആ പിതാവ് എല്ലാ അധികാരവും കൊടുക്കുകയാണ്. ഒരുപക്ഷെ ധൂർത്തപുത്രനെ പോലെ ഒത്തിരി ഈശോയിൽ നിന്ന് നീ അകന്നു പോയിട്ടുണ്ടാകും. സാരമില്ല, ഇന്ന് നീ തിരിച്ചു വരികയാണെങ്കിൽ ദൈവം നിന്നെ വീണ്ടും ഉയർത്തും. ആദ്യം ഉണ്ടായിരുന്ന കൃപകളും വരങ്ങളും എല്ലാം ഈശോ നിറയ്ക്കും. നമുക്ക് ഈശോയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാം. ചുങ്കക്കാരൻ ദൂരെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനൊരു പാപിയാണ്, എന്നിൽ കനിയണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ, ഞാനൊരു പാപിയാണ്, കുറേ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, വീഴ്ചകളുണ്ട്. ഈശോയെ, അപ്പാ, എന്നോട് കരുണ തോന്നണം. നമുക്ക് നമ്മുടെ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവമേ കരുണയായിരിക്കണമേ നമുക്ക് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോമണേ, അലിവു തോമണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വിശുദ്ധ ഫൗസ്തീനയോട് ഈശോ അരുളി ചെയ്തു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാരക പാപി ആരാണോ അവനാണ്, അവൾക്കാണ് എൻ്റെ കരുണ ഏറ്റവും കൂടുതലായിട്ട് അവകാശപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ മാരക പാപങ്ങൾ വന്നുപോയി കാണും. വലിയ വലിയ പാപത്തിന് നീ അടിമപ്പെട്ടിട്ടുണ്ടാകും. കരുണയുള്ള കർത്താവ് ഈശോ ഇന്ന് നിന്നെ ക്ഷണിക്കണം, മകനെ, മകളെ, നീ തിരിച്ചു വന്നാൽ
വലിയ കരുണ ഞാൻ നിൻ്റെ മേൽ പ്രകടിപ്പിക്കും. നമുക്ക് ആഗ്രഹിക്കാം. ഒരു നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ദിവ്യകാരുണ്യത്തിന് മുന്നിലിരുന്നു കൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഗോഡ് ഈസ് നെവർ ടയേർഡ് ഓഫ് ഫോർഗിവിങ്. ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കുന്നതിൽ ഒരു ക്ഷീണവും ഇല്ല. ദൈവത്തിന് നമ്മളോട് ക്ഷമ കാണിക്കുന്നതിൽ, കരുണ കാണിക്കുന്നതിൽ ഒരു മടുപ്പുമില്ല. ഒരുപക്ഷെ നമ്മൾ കുമ്പസാരിച്ച് ചിലപ്പോഴൊക്കെ ചെയ്യുന്ന പാപം തന്നെ വീണ്ടും വീണ്ടും കുമ്പസാരിച്ച് നമ്മൾ ക്ഷീണിച്ചു പോയി കാണും, നമ്മൾ മടുത്തു പോയി കാണും. മാർപ്പാപ്പ പറയുകയാണ്, പക്ഷെ ദൈവത്തിനൊരിക്കലൊരു ക്ഷീണം ഇന്ന് വരെ വന്നിട്ടില്ല. ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കുന്നതിലൊരു മടുപ്പുമില്ല, ക്ഷീണവുമില്ല. പ്രിയപ്പെട്ട മകനെ, ഇന്ന് നീ ഒന്ന് തിരിച്ചു വന്നാൽ ഈശോ വീണ്ടും നിന്നോട് കരുണ കാണിക്കും. നമുക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാം. ചെയ്യുന്ന പാപാവസ്ഥകളിൽ നിന്ന്, പാപബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാം. ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു വരാം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. ആഗ്രഹിച്ചുകൊണ്ട് സാധിക്കുന്നവരൊക്കെ ഇരുകരങ്ങളെ വിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ അച്ഛനൊരു ഇടവകയിലിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, പോരെ, അച്ഛൻ പള്ളിയിലുണ്ട്. അപ്പം ആ സഹോദരി പറഞ്ഞു, അച്ഛാ അങ്ങനെ ഒരു പെട്ടെന്നൊരു കുമ്പസാരമല്ല, എനിക്കെൻ്റെ ജീവിതകാലത്ത് ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാം. എനിക്ക് ഒത്തിരി സമയം ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പം അച്ഛൻ ഇന്ന് വേണമെന്നില്ല, അച്ഛന് ഒഴിവുള്ളൊരു ദിവസം പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കുമ്പസാരിച്ചോളാം. അതിന് ഞാനൊരു സമയം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാനൊരു ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടുള്ളൊരു കുമ്പസാരം കേട്ടു. ഞാൻ പാപമോചനം ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ സഹോദരി പോകുന്ന സമയത്ത് എൻ്റെ കാൽക്കലിങ്ങനെ രണ്ട് കൈയും പിടിച്ച് ഇങ്ങനെ ഈ സഹോദരി വീണ് കിടക്കുകയാണ്. നോക്കുമ്പോൾ അറിയാതെ എൻ്റെ കാലുകളിലൊക്കെ ഒരു നനവ്. നോക്കുമ്പോൾ എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് ഈ സഹോദരി കരയാണ്. പിന്നീട് തിരിച്ചു പോകുന്ന വലിയ പ്രത്യാശയോടെയാണ്, വലിയ സമാധാനത്തോടെയാണ്, വലിയ സന്തോഷത്തോടു കൂടിയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീയൊരു നല്ല കുമ്പസാരം, പറ്റുമെങ്കിൽ ഒരു സമ്പൂർണ്ണ കുമ്പസാരം തന്നെ നടത്തി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയ സമാധാനം കിട്ടും, വലിയ സന്തോഷം കിട്ടും, നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം തിരിച്ചു കിട്ടും. ഈശോയുടെ കൃപ യാചിക്കുക. ഈശോയെ, എനിക്ക് പാപങ്ങളൊക്കെ ഉള്ളതുപോലെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനൊരു കൃപ വേണം. വിശുദ്ധരൊക്കെ വിശുദ്ധരായതിന് പിന്നിലെ രഹസ്യമായിരുന്നു
അവരൊരു ശക്തമായ തീരുമാനം എല്ലാ വിശുദ്ധരും എടുത്തിരുന്നു. ഞങ്ങൾ അടുക്കൽ കുമ്പസാരി. ഇതാ ദിവ്യകാരുണ്യം, കരുണയുള്ള കർത്താവ്. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ നിന്ന് നമുക്കും തീരുമാനിക്കാം, നമുക്കും വിശുദ്ധരാകണം. ഈശോയെ, എപ്പോഴെല്ലാം ജീവിതത്തിൽ കുറവുകൾ വന്നു പോകുന്നു അപ്പോഴൊക്കെ കുമ്പസാരത്തിനായിട്ട് ഓടാൻ, തിടുക്കത്തോടെ കുമ്പസാരത്തിന് വേണ്ടി അണയാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിലൊക്കെ കുമ്പസാരം നീട്ടുവെച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉള്ളതുപോലെ ഇതുവരെ പറയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതുവരെ ചില ഭാവം മൂടി വെച്ചിരിക്കുക, മനഃപൂർവ്വം മറച്ചു വെക്കുക, പറയില്ലെന്ന് വെക്കുക, അതൊരു ബന്ധനമാണ്. നമുക്ക് ഈശോയുടെ രണ്ട് കരങ്ങൾ ഒന്നുകൂടെ വിരിച്ച് പിടിച്ചുകൊണ്ട്, ഈശോയെ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഉള്ളതുപോലെ ദൈവമേ നിന്നോട് ഏറ്റുപറയുന്നത് പോലെ ഒരു വൈദികൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ ഒരു കൃപ തരണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നന്നായിട്ട് കരങ്ങൾ വിരിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുക. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബം, നമ്മുടെ ജോലി, പഠനം, ശുശ്രൂഷകൾ എല്ലാം കൊടുക്കാം. ഈശോ ഏറ്റെടുക്കട്ടെ. നമുക്കറിയാം, 5 അപ്പം 5000 പേർക്കായിട്ട് ദൈവം പ്രവർത്തിക്കുന്ന വലിയ അത്ഭുതം. ഒരു കുട്ടിയുടെ കയ്യിലിരിക്കുന്ന 5 അപ്പം അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ഈശോ അവിടെ വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതം ഇന്ന് പൂർണ്ണമായിട്ട് ഒരുപക്ഷെ നിസാരനായിരിക്കുക, ബലഹീനതകളുള്ളവരായിരിക്കുക, നീ സാരമില്ല. നിന്റെ ജീവിതം ഇന്ന് നീ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്താൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായിട്ട് ഈശോ മാറ്റും. ഈ ദിവ്യകാരുണ്യം തന്നെ അത്ഭുതമാണല്ലോ. നമുക്കറിയാം, കേരളത്തിൽ വിളക്കന്നൂർ എന്ന് പറയുന്ന ഇടവകയിൽ ഒരു വൈദികൻ ബലിയർപ്പിക്കുന്ന സമയത്ത് അപ്പത്തിൽ ഈശോയുടെ തിരുമുഖം വെളിപ്പെടുകയാണ്. അച്ഛൻ അസ്വസ്ഥനായി. എല്ലാവരും വന്നു നോക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ അപ്പത്തിൽ ഈശോയുണ്ട്. ഇന്നും ജീവിക്കുന്ന കർത്താവുണ്ട്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, സൗഖ്യപ്പെടുത്തുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം, നിന്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറ്റുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന ദൈവം ഇതാ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ. കണ്ണുകളടച്ച് ഇരുകരങ്ങൾ ഉയർത്തി വലിയൊരു വിടുതലിനും സൗഖ്യത്തിനും പരിശുദ്ധാത്മാഭിഷേകത്തിനുമായി തുറന്ന് ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ഈശോയേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ, സ്വാധീനങ്ങൾ യേശുനാമത്തിൽ തിരുരക്തശക്തിയാൽ, വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ, യേശുനാമത്തിന്റെ ശക്തിയാൽ വിട്ടുപോകാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് എന്നേക്കുമായി ആട്ടിപ്പായിക്കുന്നു. രോഗികൾ സുഖപ്പെടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാഭിഷേകം സംഭവിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അറിയട്ടെ, ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ സംഭവിക്കട്ടെ.
യേശുനാമത്തിൽ സംഭവിക്കട്ടെ. സക്കറിയ 9:8, സംഗീത 23:23, ജോബ് 10, ലൂക്ക 10:19, മത്തായി 18:18 വചനത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, ഈശോയെ ആരാധന, യേശുവേ മഹത്വം, ഈശോയെ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ മഹത്വം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഓരോ നിമിഷവും കാത്ത് സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, കൈകൾ കൂപ്പാം. ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സങ്കടങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമുക്കറിയാം, പല ഭവനങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ നാളുകളിലൊക്കെ ആരെങ്കിലും അച്ഛനെ കാണണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാണ്. കാരണം ദൈവജനം വലിയ വലിയ പ്രശ്നങ്ങളിൽ വിട്ടിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇന്ന് കടന്നു പോകുന്ന സങ്കടം, നിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ എന്തുവായിക്കൊള്ളട്ടെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാരമാണ് പരിശുദ്ധ കുർബാന, ഈ ദിവ്യകാരുണ്യം. നമുക്ക് സമർപ്പിക്കാം. നിശബ്ദതയിൽ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമ്മുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ, രോഗാവസ്ഥകൾ, കുടുംബത്തിലെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, എന്തൊക്കെയാണോ നിൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥതകൾ, ആവശ്യങ്ങൾ, അതൊക്കെ ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഈശോയേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധനെ ആരാധന, ബലവാനേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.